ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരം അർജന്റീന ജോർദാനെതിരെയാണ് കളിക്കുക. ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നിരവധി പരീക്ഷണങ്ങൾ സ്കലോണി നടത്തും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതാ ലൈനപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് നമുക്ക് പരിശോധിക്കാം. നിരവധി മാറ്റങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഗോൺസാലോ മോന്റിയേൽ തിരിച്ചെത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് നിക്കോളാസ് ഓട്ടമെൻറ്റിയും മാർക്കോസ് സെനസിയും ഉണ്ടാകും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയോഫിക്കോ ആയിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ 4 താരങ്ങൾ ഉണ്ടാകും. ലിയാൻഡ്രോ പരേഡസ്, ലോചെൽസോ, അതുപോലെ തന്നെ ജൂലിയാനോ സെമിയോണി, വാലന്റൈൻ ബാർക്കോ. ഈ 4 താരങ്ങളെയും മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താനാണ് സ്കലോണിയുടെ പദ്ധതി. അതുപോലെ തന്നെ സ്ട്രൈക്കർമാരായിക്കൊണ്ട് ഹൂലിയൻ ആൽവരസും ഫ്ലാക്കോ ലോപ്പസുമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ്. ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ഇത് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇത് സാധ്യത 11 മാത്രമാണ്. ഇനിയും ഈ 11ൽ മാറ്റങ്ങൾ വന്നേക്കാം. അതിനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഭൂരിഭാഗം താരങ്ങൾക്കും സ്കലോണി ഈ മത്സരത്തിൽ വിശ്രമം നൽകും. എന്നാൽ മെസ്സി കളിക്കാൻ സാധ്യതയുണ്ട്. പകരക്കാരൻ്റെ വേഷത്തിൽ 2ാം പകുതിയിൽ മെസ്സി ഇറങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പോസിബിൾ ലൈനപ്പിൽ മെസ്സിക്ക് സ്ഥാനമില്ല. ഇനിയിപ്പോൾ സ്കലോണി മെസ്സിയെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും 3ാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് 9 പോയിന്റോട് കൂടി രാജകീയമായി കൊണ്ട് തന്നെ അടുത്ത റൗണ്ട് കളിക്കുക എന്നുള്ളതായിരിക്കും അർജന്റീനയുടെ ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.